എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പെരുമ്പാവൂരിൽ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ട ജിഷ എന്ന് പറയുന്ന LLB സ്റ്റുഡൻറ്റിൻ്റെ അമ്മയെക്കുറിച്ചിട്ടാണ്. രാജേശ്വരി അമ്മ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാജേശ്വരി അമ്മയെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വീഡിയോ അല്ല, അതിനു മുമ്പ് പല വീഡിയോകളിലും നമ്മൾ കണ്ടതാണ്. എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ് ആ അമ്മ മാസങ്ങളോളം എന്ന് പറഞ്ഞാൽ പോരാ, അതിലേറെ ഒരുപാട് കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പകലൊക്കെ ഇട്ടാപ്പൊട്ടി വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. അതിനുശേഷം അവിടെ ഒരു 2-3 നായ്ക്കൾക്കൊപ്പം ഉറങ്ങാതെ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അമ്മയ്ക്ക് ഭയമായിരിക്കും, ഉറങ്ങിപ്പോയാൽ ആരെങ്കിലും വല്ലതും ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകളൊക്കെ അമ്മ അന്ന് ആ ഒരു വീഡിയോയിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത സമയത്ത് അമ്മയെ സാധാരണയായിട്ട് 1-2 ദിവസത്തിൽ കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. അപ്പോൾ അവരത്യാവശ്യം എവിടെയെങ്കിലും പോകുന്നതായിരിക്കാം. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ അവർ സ്ഥിരം നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അവരെ കാണാതിരിക്കുന്നതല്ല. എന്നാൽ ഇപ്പോൾ ഒരു 10 ദിവസത്തിൽ കൂടുതലായി മറൈൻ ഡ്രൈവിൽ അമ്മയെ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജെയിംസ് എന്ന് പറയുന്ന സഹോദരൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഭിക്ഷാടന മാഫിയക്കെതിരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സഹോദരനാണ് ജെയിംസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മയെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അമ്മ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്, ഓച്ചിറ. അപ്പോൾ അമ്മ ആ ഒരു ക്ഷേത്ര സന്നിധിയിലായിരുന്നു അത്രേ. അമ്മയോട് ആരോ പറഞ്ഞു അവിടെ പോയി ഇരിക്കുകയാണെങ്കിൽ മനസമാധാനം കിട്ടും എന്ന് പറഞ്ഞു, ഭക്ഷണവും കിട്ടും. അങ്ങനെ ഒരു 3 ദിവസത്തെ യാത്രയായിരുന്നു അത്രേ ബസ്സിൽ. അങ്ങനെ അമ്മ വന്നു, അവിടെ ഇരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും അലച്ചിലൊന്നുമില്ല. പക്ഷേ എന്നാലും അമ്മയ്ക്ക് അവിടെ തന്നെ തുടരാൻ ഒരുപാട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാൽ പോലും ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ എപ്പോഴും ജിഷമോള് എന്ന ചിന്താഗതി മാത്രമാണ്. അതങ്ങനെയല്ലേ? അപ്പോൾ അമ്മ ഇപ്പോൾ കരയുന്നത് എന്തെന്ന് വെച്ചാൽ, ശരിക്കും നമുക്ക് ആ അമ്മയുടെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസാക്ഷിയുള്ള ആർക്കും കണ്ടു നിൽക്കാനാവില്ല. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമത്തോടെയാണെങ്കിലും സങ്കടത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, അവരിന്നും ജീവിച്ചിരിക്കുന്നത് അവരുടെ മകള്, അതായത് ജിഷയെ കൊന്ന ആളിനെ ഇത്രയേറെ വർഷങ്ങളായിട്ട് പോലും തൂക്കിക്കൊല്ലാണ്ട് ഇപ്പോഴും അയാളെ അവിടെ നിലനിർത്തുന്നതിൽ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നീട് അവരുടെ മൂത്ത മകളുടെ അടുത്ത് നിന്ന് മാറിയാണ് അവരിപ്പോൾ മാറി വന്നിട്ട് ഇങ്ങനെ താമസിക്കുകയാണോ ഒറ്റയ്ക്ക്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മയെ ദീപ എന്ന് പറയുന്ന മകള്, 2 പെൺകുട്ടികളായിരുന്നു ഇവർക്ക്. അപ്പോൾ ആ ഒരു മകള് വീട്ടിൽ നിന്നും അടിച്ചിറക്കിയതാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പും ആ ഒരു അമ്മ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ദീപ എന്ന് പറയുന്ന മകളും ഈ അമ്മയും തമ്മിൽ ഒരു വിധത്തിൽ യോജിച്ച് പോകാൻ പറ്റില്ല. ദീപ ഭയങ്കര ദേഷ്യക്കാരിയാണ്, ദീപ അമ്മയെ തല്ലാറുണ്ട് എന്നൊക്കെയാണ് പല വീഡിയോകളിലും ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ അമ്മ ആ ഒരു കാര്യത്തിൽ ഈ അമ്മ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അപസ്മാരത്തിൻ്റെ പ്രശ്നമുള്ളൊരു കുട്ടിയാണ് ദീപ. അതുകൊണ്ട് തന്നെ ദീപയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ അവളെന്നെ അടിച്ചിറക്കിയിട്ടൊന്നുമില്ല. എത്രയാണെങ്കിലും അതിന് അമ്മ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ എല്ലാവരുടെയും 10 വിരലും ഒരുപോലെയല്ലല്ലോ. ചില വിരലുകൾക്കിടയിൽ പോലും വ്യത്യാസങ്ങളില്ലേ? അപ്പോൾ പിന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒരേ സ്വഭാവം ആവില്ലല്ലോ. എൻ്റെ മകൾക്കെതിരെ ഒരു പ്രശ്നവുമില്ല, എൻ്റെ മകൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ആ മകളെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോഴും അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ആ അമ്മ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, ഈ അമ്മ ശരിക്കും ജിഷയുടെ കാര്യം പറഞ്ഞാണ് എപ്പോഴും കരയുന്നത്. അമ്മ ഇപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു ഓഹരി അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട്, ഇതെൻ്റെ ജിഷമോനുള്ളതാണ്, മോൻ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നീക്കി വെക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല,
ആ അമ്മയ്ക്ക് കിട്ടിയ പൈസയെ പറ്റി, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അമ്മ പറയുന്നൊരു കാര്യം. ശരിക്കും പറയുകയാണെങ്കിൽ കുറേ പൈസ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്, പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് അറിയാം. കുറച്ച് പൈസ ഈ അമ്മയുടെ കയ്യിൽ കിട്ടിയ സമയത്തിന് കുറച്ച് ആളുകൾ അമ്മയെ സമീപിക്കുകയും സിനിമ പിടിക്കാം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് അമ്മ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ജിഷമോളെ വെച്ചിട്ടുള്ള സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കണം, പിന്നെ ജിഷമോളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ അഭിനയിക്കാം, എനിക്കാവുമ്പോൾ ആ ഒരു റോള് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോഴല്ല, കുറച്ച് പഴയതായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു നിരപരാധിത്വത്തെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിവരമില്ലായ്മയെ ആരൊക്കെയോ ചൂഷണം ചെയ്തു, മുതലെടുത്തു. ആരാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എന്തായാലും അമ്മയുടെ കൈകളിൽ ഒന്നുമില്ല. അപ്പോൾ ആ പൈസ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് അമ്മ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ അനാവശ്യമായിട്ട് ഒരു പൈസയും പാഴിക്കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് സ്വർണം മേടിച്ചു, എൻ്റെ മകൾക്ക് കൊടുത്തു, മകളുടെ കുട്ടിക്ക് കൊടുത്തു. അതൊക്കെയെന്ന് പറഞ്ഞാൽ 1 പവനിൽ താഴെയുള്ള കുട്ടി മാലകളായിരുന്നു. അപ്പോൾ അതല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അന്നൊക്കെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വൃത്തിയായിട്ടൊക്കെ നടന്നു. പിന്നെ പല ആളുകളും അമ്മയെ പെടുത്തിയതാണ് നമ്മ പറയുന്നുണ്ട്. അതായത് അമ്മ അവിടെ സീമാസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൻ്റെയൊക്കെ കാര്യം ആ ഒരു സമയത്ത് പറയുന്നുണ്ട്. അവിടെ ഈ അമ്മ തുണി തയ്പ്പിക്കാനായിട്ട് വന്ന സമയത്ത് അതിനോട് ചേർന്നൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അമ്മയെ നിർബന്ധിച്ച് വിളിപ്പിച്ചിട്ട് അമ്മയുടെ പോലും അനുവാദമില്ലാതെ ഇപ്പം നോക്കിക്കോ അമ്മ, ഒരു പ്രശ്നവുമില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നിർബന്ധപൂർവം, അതായത് അവരുടെ ആ ഒരു വിദ്യാഭ്യാസമില്ലായ്മയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ തലമുടി കട്ട് ചെയ്യുകയും അത് സ്ട്രൈറ്റ് ചെയ്തിടുകയും പിരിയൊക്കെ ത്രെഡ് ചെയ്ത് അവരെ അങ്ങനെ പക്ഷെ അതിനെ എതിർക്കാനുള്ള ഒരു വിവരമോ ബോധമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ അവർ അന്ന് ആ ഒരു സമയത്തൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതൊക്കെ കണ്ടിട്ട് കുറേ ആളുകളൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് പറയുന്നതൊക്കെ കേട്ടതാണ്. കാരണം കുറേ ആളുകളൊക്കെ പറഞ്ഞു, അതിനെന്താണ്, ഒരു മകൾ മരിച്ചു പോയെന്ന് കരുതിയിട്ട് അവരവരുടെ ലൈഫിൽ മുഴുവനും അവരിങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കണോ, അവർക്ക് വൃത്തിയായിട്ട് നടന്നാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പറയുന്ന സമയത്തും പിന്നെ കുറേ ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ, മകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തള്ളയ്ക്ക് സൂക്കേടായി, തള്ള നോക്കൂ മകൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈസയ്ക്ക് കുറേ ആളുകളൊക്കെ രംഗത്ത് വരികയും ഇവർക്ക് എന്താ ഇങ്ങനെ മകൾ മരിച്ചു പോയപ്പോഴത്തേക്ക് ഇത്രയും അണിഞ്ഞൊരുങ്ങി നടക്കുന്നു, ബ്രൂട്ടീഷൻ ചെയ്യുന്നു. പിന്നെ ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങി അവർക്ക് ബ്രൂട്ടീഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ പറഞ്ഞതിനെതിരെയൊക്കെ ആയിട്ട് അങ്ങനെ അവരെ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും നാളായി ആ ഒരു സമയത്ത് അവരെ പരിഹസിക്കാനും എല്ലാത്തിനും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവർ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന സമയത്ത് അവരെ സഹായിക്കാനൊന്നും ആരുമില്ല. അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, കയ്യിൽ കിട്ടിയ പൈസ മുഴുവനും ദൂർത്തടിച്ച് തീർത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ അമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാഞ്ഞ് ഒരു പിടി ചോറിന് വേണ്ടിയിട്ട് അടുത്ത ഒരു പള്ളി ഉണ്ടായിരുന്നത്രേ, പള്ളിയുടെ മുന്നിൽ ചെന്ന് ചോറിന് വേണ്ടിയിട്ട് നിന്നിട്ട് പൈസ ചോദിച്ചപ്പോൾ അവരിവരെ ആട്ടിയിറക്കി അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഒരുപാട് പണം കയ്യിൽ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവർക്കത് സംഭവിച്ചപ്പോൾ അവരെ എല്ലാവരെയും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആളുകൾ വരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരുപാട് ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കി വെച്ചിട്ട് വിദേശത്തൊക്കെ പോയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് പണം ഉണ്ടാക്കി വെച്ചിട്ട് അത് എല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ചിട്ട് പിന്നീട് കടബാധ്യതയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടല്ലേ, ഇവർക്ക് വിദ്യാഭ്യാസമോ ഒന്നുമില്ല. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ പണങ്ങൾ ഒരുപാട് മറ്റുള്ളവർ ചൂഷണം ചെയ്ത് കൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത്. ഒരുപാട് പൈസ അവർക്ക് കിട്ടാനുണ്ടെന്ന് പറയുന്നു. പൈസ ഒരുപാട് ആരുടെയൊക്കെ ജോയിൻ്റ് അക്കൗണ്ടിലായിരുന്നു, അത് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അത് തന്നെയാണ്. പക്ഷേ ഇവർ ആ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തന്നെയാണ്, പൈസ എല്ലാം അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ആരുടെയൊക്കെയോ അക്കൗണ്ടിൽ കൂടി ജോയിൻ്റ് അക്കൗണ്ടിലായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴെന്ന് പറയുന്നത് ഇവരെ ക്ഷേത്ര പരിസരത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് അവരെ 2-3 വീഡിയോ പല ചാനലുകളും ചെന്ന് അവരെ ഇൻ്റർവ്യൂവിനും കാര്യത്തിനുമായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ മകൾ മരണപ്പെട്ട സമയത്ത് എന്നെ ഒരു നോക്ക് കാണിച്ചില്ല, എനിക്ക് അവളെ കാണണമെന്ന് അതിയായിട്ടുള്ള മോഹം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ എൻ്റെ മകൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു, അവൾ നിയമ വിദ്യാർത്ഥിയായിരുന്നു, അവൾ അവളൊരു ജോലി ഉണ്ടാവുമായിരുന്നു, അവൾ എന്നെ പൊന്നു പോലെ നോക്കിയാനെ, എപ്പോഴും പറയുമായിരുന്നു എൻ്റെ അമ്മയെ ഞാൻ നോക്കും എന്നൊക്കെ എപ്പോഴും ജിഷ പറയുമായിരുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത്. എന്നിട്ട് ഈ അമ്മ നിലവിളിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മകളെ, അതായത് മകളെ അടക്കം ചെയ്യുന്നതിന്, മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മകളെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ വീട്ടുപറമ്പിൽ കൊണ്ടുവന്ന് അടക്കണം എന്ന് ഈ അമ്മ ആയതുപോലെ കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് പറഞ്ഞിരുന്നു അത്രേ. പക്ഷേ അത് ആ ഒരു സമയത്ത് ഒരു മനുഷ്യരും ചെവി കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടിയെ കറണ്ടിൽ കൊണ്ടുപോയി ഒരു പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് കറണ്ടിൽ ദഹിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മകളുടെ ആ ഒരു ചോരയിൽ മുങ്ങിയ ആ ഒരു വസ്ത്രം അതെനിക്കിങ്ങ് തരണം, എൻ്റെ ജീവിത അവസാനം വരെ എനിക്കത് സൂക്ഷിച്ച് വെക്കാനാണെന്ന് പറഞ്ഞ് ആ അമ്മ കരയുന്ന സമയത്ത് അത് കൊടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ പോലും അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ഭർത്താവും മൂത്ത മകളും എല്ലാവരും നിൽക്കുന്ന സമയത്ത്, അതും 6 മണിക്ക് ശേഷം ആ ഒരു ശ്മശാനത്തിൽ ദഹനം നടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കെ തന്നെ ഇവർ രാത്രിയിൽ ഈ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയി ആ ഒരു ക്ഷണം ഈ അമ്മയുടെ വാക്കുകൾ പോലും കേൾക്കാണ്ട് പെട്ടെന്ന് കത്തിച്ച് കളയുകയായിരുന്നു. പക്ഷേ ഈ അമ്മ നിലവിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അത്രേ. ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നിയമ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരം, ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കണം എന്ന് അവർക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലും ആരും സാധിച്ചു തന്നില്ല, അതുപോലും പറഞ്ഞിട്ട് ആരും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ വിങ്ങിപ്പൊട്ടി നിലവിളിച്ച് അലറി കരയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ മകളെ കൊന്ന ആൾ ഇപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുന്നു, അവനെ എന്താണ് തൂക്കിക്കൊല്ലാത്തത്, എന്തുകൊണ്ടാണ് അവനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ ഈ അമിറുൾ ആണ് കൊലപാതകി എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യം, അവർക്ക് വിവരമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. പക്ഷെ അമ്മ പറയുന്ന ഒരു കാര്യം, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, കോടതി പറഞ്ഞില്ലേ അവനാണ് തെറ്റുകാരെന്ന്, അപ്പോൾ പിന്നെ കോടതി കള്ളം പറയുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അവരോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജിഷയെ പോലെ നല്ല ആരോഗ്യമുള്ള, പൊക്കവും ആരോഗ്യമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിക്ക് അമിറുളിനെ പോലെയുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു തീരെ ചെറിയ ഒരു ചെറുപ്പക്കാരന് ജിഷയെ ആക്രമിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആ ഒരു ചെറുപ്പക്കാരനെ എൻ്റെ ജിഷമോനെ കീഴ്പ്പെടുത്താനൊന്നും കഴിയില്ല എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് ഒരു അറിവുമില്ല. അപ്പോൾ എന്തായാലും ഈ അമ്മയുടെ സങ്കടം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരുപോലെ. എത്ര നാളിങ്ങനെ അവർ തുടരുമെന്ന് അറിയില്ല. പക്ഷേ ഇതിന് എന്തായാലും സംഭവിച്ചു പോയി. പലരും വന്നിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പല കമൻറ്റ് ബോക്സിലും കിടക്കുന്നത് കാണാം, അവരനുഭവിക്കട്ടെ, കയ്യിൽ പണം കിട്ടിയപ്പോൾ അഹങ്കരിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നത്തെ കാലത്ത് അഹങ്കാരമില്ലാത്തവരായിട്ട് ആരാണുള്ളത്? എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള അഹങ്കാരങ്ങളും ഗർവും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാതിരുന്ന ഇവരുടെ കയ്യിലേക്ക് കുറച്ചധികം പണം കിട്ടിയപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പാടില്ലാതെ പോയി. അപ്പോൾ ആ സമയത്ത് ആരൊക്കെയോ അവരെ പ്രലോഭിപ്പിച്ച് സിനിമ പിടുത്തത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരതിൽ വീണുപോയി. എന്നാൽ അവർ പറയുന്നു, എല്ലാ പണവും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ലക്ഷങ്ങൾക്ക് മീതെയാണ് അവർക്ക് വന്ന പണം. പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ ആരും തന്നില്ല, ഏതോ ഒരു അക്കൗണ്ടിലുണ്ട്, ജോയിൻ്റ് അക്കൗണ്ടിലുണ്ട് എന്നൊക്കെയാണ് പറയാൻ സാധിച്ചത്. പക്ഷേ അതെങ്ങോട്ട് പോയെന്ന് അവർക്ക് ഇന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും രാജേശ്വരി അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ, അവർക്ക് ഒരുപാടൊന്നും കൊടുത്തില്ലെങ്കിലും അവരൊക്കെയുള്ള ഭക്ഷണത്തിനുള്ള വകയെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ കൊടുക്കുക. പിന്നെ ഇനി അഥവാ ആരും കൊടുത്തില്ലെങ്കിലും അവരെ തെറി പറഞ്ഞ് കമൻറ്റ് ചെയ്യാതെയെങ്കിലും ഇരിക്കുക. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.